ഇന്ദിരാഭവന്റെ ഉള്ളിൽ ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട്. ഉമേഷിന്റെ തത്സമയ വിവരങ്ങൾ. ഉമേഷ്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ചുമതലയേൽക്കൽ ചടങ്ങ് അത് വലിയ ഒരു ആഘോഷമാക്കി തന്നെ നടത്താൻ തന്നെയാണ് KPCCയുടെ ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകൾ. വേദിയിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്കുണ്ട്, ഇപ്പോൾ എത്തിയിരിക്കുന്നവരുണ്ട്. ഒപ്പം ഇനി എത്താനുള്ള KC വേണുഗോപാൽ അടക്കമുള്ളവർക്കെല്ലാം താഴെ പുതിയ KPCC അധ്യക്ഷനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. അവർ എത്തുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളിൽ കൃത്യമായി പേരുകൾ രേഖപ്പെടുത്തി അതേ രീതിയിൽ പേരുകളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പേരുകൾ രേഖപ്പെടുത്തിയവർ മാത്രമായിരിക്കും ഈ വേദിയിൽ മുകളിലേക്ക് എത്തുക. ഒപ്പം മുൻ KPCC അധ്യക്ഷന്മാരായ VM സുധീരനും K മുരളീധരൻ അടക്കമുള്ളവരുണ്ട്, ദീപദാസ് മുൻഷി അടക്കമുള്ള അഖിലേന്ത്യാ നേതാക്കളുണ്ട്. എന്തായാലും വലിയ ഒരു ആഘോഷമായി തന്നെ പുതിയ KPCC അധ്യക്ഷനെ സ്വീകരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ളവർ ഒരുങ്ങിക്കഴിഞ്ഞു. നിലവിൽ ഇനി അല്പസമയത്തിന് തന്നെ താഴെ നിയുക്ത KPCC അധ്യക്ഷൻ ഒപ്പം UDF കൺവീനർ അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വീകരണത്തോടു കൂടി ഈ മൂന്നാം നിലയിലുള്ള ഈ പൊതു ഓഡിറ്റോറിയം, രാജീവ് ഗാന്ധി ഓഡിറ്റോറിയമാണ്, KPCCയുടെ തന്നെ ഓഡിറ്റോറിയമാണ്, ഇത് ഇവിടേക്ക് എത്തും. ഇവിടെയാണ് ഈ ചടങ്ങുകൾ, ഒപ്പം പുതിയ നേതൃത്വത്തെ പരിചയപ്പെടുത്തുന്നതും ഒപ്പം മറ്റ് ചടങ്ങുകളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളുമെല്ലാം ഇവിടെ ആയിരിക്കും നടക്കുക. അതിനുശേഷം താഴെ KPCC അധ്യക്ഷൻ്റെ റൂമുണ്ട്, അവിടെ എത്തി KPCC അധ്യക്ഷൻ ഔദ്യോഗികമായി ആ റൂമിലേക്ക് എത്തും. അവിടെ K സുധാകരൻ തന്നെ നിലവിലെ പ്രസിഡന്റ് K സുധാകരൻ തന്നെ പുതിയ നിയുക്ത പ്രസിഡന്റിനെ തൻ്റെ കസേരയിലേക്ക് ആനയിക്കും. ആ രീതിയിലാണ് ചടങ്ങുകൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ പുതിയ KPCC അധ്യക്ഷനെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി നേതാക്കളും പ്രവർത്തകരും എല്ലാം കാത്തിരിക്കുകയാണ്. ആ ഒരു ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിൽ ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു സംഘടനാ ചുമതലകളെല്ലാമുള്ള ലിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? വളരെ ലളിതമായ ഒരു ചടങ്ങാണ് KPCC ആസ്ഥാനത്ത് പുതിയ KPCC ടീം ചുമതല ഏറ്റെടുക്കുന്നതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനായ നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MPയിൽ നിന്നും പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന് ചുമതല കൈമാറും. അത് മിനിറ്റ്സ് ബുക്ക് ഉൾപ്പെടെയാണ് കൈമാറുന്നത്. ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കാൻ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും അല്ല, അത് ആളുകൾ അതിനകത്തൊരു സ്വാഭാവിക, അതല്ലാതെ പാർട്ടി അതിൽ ഒരു സംഘടിത ആഘോഷം വേണ്ട എന്നാണ് തീരുമാനമെടുത്തത്. സാധാരണ ഇതിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. സാധാരണ ഒരു KPCC അധ്യക്ഷൻ വലിയ, പക്ഷേ ഇന്നത്തെ രാജ്യത്ത് നിലനിന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് നമ്മുടെ ഒരു അടുത്തവണ ലളിതമായ ചടങ്ങുകൾ മതി എന്നൊരു തീരുമാനം പാർട്ടി എടുത്തത്. അപ്പോൾ അതനുസരിച്ചാണ്. എന്തായാലും ഇതാണ് ലളിതമായ ചടങ്ങിലായിരിക്കും പുതിയ KPCC അധ്യക്ഷന്മാർ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേൽക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശും ഇന്ന് തന്നെ ചുമതലയേൽക്കും. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുതിയൊരു സംഘം ഭാരവാഹികൾ KPCCയുടെ നേതൃത്വത്തിലേക്കും UDFിലേക്കും വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്തായാലും ഒരു പുതിയ ഊർജം പകരാൻ ഇവർക്ക് കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കുറേ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ KPCC പ്രസിഡന്റിനെ അവർ തീരുമാനിച്ചത്. അതിലെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരും തന്നെ ശക്തന്മാരാണ്. അതേപോലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല തന്ത്രശാലിയായി മാറിയിട്ടുള്ള അടൂർ പ്രകാശ് UDF കൺവീനറായി വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ ഭാരവാഹികൾ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മുടെ അണികളെയും നാടിനെയും സജ്ജമാക്കുന്ന പുതിയ കർമ്മ പദ്ധതിക്കായിരിക്കും ഈ പുതിയ നേതൃത്വം കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേപോലെ UDF കൺവീനറായി പ്രവർത്തിച്ച MM ഹസൻ, അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഉണ്ടെന്ന് വാർത്തകൾ പ്രചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പദവിയിലല്ല പ്രവർത്തനത്തിനാണ് പ്രാധാന്യം, അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തെ മാറ്റിയത് അറിയിച്ചിട്ടാണോ എന്ന ചോദ്യത്തിന് മാറ്റിയത് അറിയിച്ചിട്ടാണോ എന്ന് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നൊരു കാര്യം അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നത് തന്നെയാണ്. അപമാനിച്ചിറക്കി വിട്ടു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രീതിയിലുള്ള പോക്കും വരവും പ്രതികരണങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് UDF കൺവീനറായി അതേ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും സജീവമായ സാധ്യതയുള്ള ഒരാളെ തന്നെയായിരുന്നു UDF കൺവീനറായി കിട്ടിയത്. കാര്യം പ്രവർത്തന പാരമ്പര്യവും പരിചയം ഒരുപാടുള്ള ആളാണ് MM ഹസൻ. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. ഇപ്പോൾ VD സതീശൻ എത്തിക്കഴിഞ്ഞു, ഇനി KC വേണുഗോപാൽ കൂടി എത്തിക്കഴിഞ്ഞു. അതിലെ നിലവിലെ KPCC പ്രസിഡന്റ് K സുധാകരനും എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് അധികാരത്തിൻ്റെ ദണ്ട് ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഉമേഷ്, പറയൂ.
എസ് കെ, ഞാനിപ്പോൾ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിലാണുള്ളത്. ഇപ്പോൾ കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ അടക്കമുള്ളവർ താഴെ ഈ നിയുക്ത കെ പി സി അധ്യക്ഷനെ അടക്കമുള്ളവരെ സ്വീകരിക്കാനാണ് നിൽക്കുന്നത്. എന്തായാലും ഇവിടെ വേദിയിൽ ഇപ്പോൾ നേരത്തെ തന്നെ എത്തിയ നേതാക്കൾ എല്ലാവരും ഈ നിയുക്ത കെ പി സി അധ്യക്ഷൻ, ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്നിവയുള്ളവരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ആയി കാത്തിരിക്കുകയാണ്. എന്തായാലും ബലൂണുകളെല്ലാം ഉയർത്തി കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ഫ്ലെക്സ് ബോർഡുകളിൽ കെ സുധാകരനെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ പോസ്റ്ററിലുള്ളത്. ഒപ്പം നിയുക്ത പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, ഒപ്പം അടൂർ പ്രകാശ്, ഒപ്പം 3 വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഉള്ള പോസ്റ്ററുകൾ എന്തിയാണ് ഇപ്പോൾ ഈ വേദിക്കകത്ത് നേതാക്കളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്ററുകളിൽ എല്ലാം ഒരുപക്ഷെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് നിലവിലെ പ്രസിഡന്റ് കെ സുധാകരൻ എം പിയുടെ പോസ്റ്ററാണ്, നിയുക്ത കെ പി സി സി അധ്യക്ഷന്റെ പോസ്റ്ററാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഒപ്പം താഴെ മറ്റ് ചില പോസ്റ്ററുകൾ കൂടിയുണ്ട്. അതിൽ നിയുക്ത കെ പി സി സി അധ്യക്ഷനും ഇപ്പോഴത്തെ നിലവിൽ തുടരുന്ന കെ സുധാകരനും അടക്കം തുല്യ പ്രാധാന്യം നൽകിയ പോസ്റ്ററുകളുമുണ്ട്. എന്തായാലും അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇത്തരത്തിൽ പല നേതാക്കളും, ഓരോരുത്തർക്കും ഓരോ നേതാക്കളുണ്ട്. എന്തായാലും ആ നേതാക്കളെ ഉയർത്തി കാണിച്ച ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നിരവധി നേതാക്കൾ, ഓരോരുത്തരുടെ പ്രതികരണത്തിലേക്ക് പോകാമെങ്കിൽ നിരവധി നേതാക്കൾ ഇവിടെയുണ്ട്. ഓരോരുത്തരും പ്രതീക്ഷയോടെ പുതിയ കെ പി സി സി അധ്യക്ഷനെ എല്ലാം സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നമസ്കാരം. എന്തായാലും ഒരു യുവ നേതൃനിര കൂടി വരികയാണ്. പ്രതീക്ഷയിലാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഉജ്ജ്വലമായ ആവേശത്തിലാണ്. പാർട്ടിക്ക് പുതിയൊരു നേതൃത്വവും പുതിയൊരു ആർജവും പുതിയൊരു ഊർജവും പുതിയൊരു ഉന്മേഷവും ഒക്കെ കൈവന്ന് നിങ്ങളിവിടെ ഇതിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഞങ്ങളെല്ലാവരും മികച്ച ആവേശത്തിലും ഉജ്ജ്വലമായ പ്രതീക്ഷയിലുമാണ്. പാർട്ടിക്ക് കരുത്തുറ്റ ഒരു നേതൃത്വം നിലയിൽ വന്നിട്ടുണ്ട്. അവർ വരുന്ന നിർണായകമായ പോരാട്ടങ്ങളിൽ പാർട്ടി ഏറ്റവും ശക്തമായി നയിക്കും. എങ്ങനെയാണ് പ്രതീക്ഷയെല്ലാം? ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിനെ പോലെ ഒരു സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള അണികളെ അറിയുന്ന ഒരു പുതിയ ലീഡർ KPC പ്രസിഡന്റ് ആകുന്നതിൽ സന്തോഷമുണ്ട്. യുവാക്കൾക്ക്, പുതിയ ആളുകൾക്ക് പാർട്ടിയിൽ കടന്നു വരാനും പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാനുമുള്ള ഒരു വലിയ താല്പര്യം ഇദ്ദേഹം എടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ എല്ലാവരും, അതായത് നിയുക്ത നേതൃത്വ നിര ഇപ്പോൾ ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. ആ ദൃശ്യങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ PC വിശ്വനാഥ് നേരിട്ടെത്തിയ മുൻനിരയിലുള്ള നേതാക്കളെ കണ്ട് അഭിവാദ്യം അർപ്പിച്ച് അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വേദിയിലേക്ക് കയറുക. അടൂർ പ്രകാശ്, നിയുക്ത UDF കൺവീനർ അടൂർ പ്രകാശ് നേരെ വേദിയിലേക്ക് കയറി കഴിഞ്ഞു. ദീപാദാസ് മുൻഷിയുമായി ആശയവിനിമയം നടത്തുകയാണ്.